ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്താ? എന്തിനാ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്? എന്താ എന്താ കാര്യം പറയൂ. ന്യൂസ് പേപ്പർ അനാലിസിസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയുണ്ട്, അത് ഏത് രീതിയിൽ വായിക്കണം, എങ്ങനെ വായിക്കണം, എന്തൊക്കെയാണ് വായിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ഇല്ലേ? ഇന്നത്തെ പത്രം വായിച്ചു എല്ലാവരും? പത്രം വായിച്ചായിരുന്നോ? പത്രം വായിച്ചില്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എപ്പോഴാണ് നിങ്ങൾക്ക് പത്രം? ഇപ്പം സ്കൂൾ അവധിയല്ലേ, വെക്കേഷൻ ആയില്ലേ? എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പം എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഓക്കെ, ഇത് ഹിന്ദു ന്യൂസ് പേപ്പർ. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണോ അതോ മലയാളം പത്രമാണോ? ഏതാ ഉള്ളത്? ഹിന്ദു ന്യൂസ് പേപ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ചിലപ്പോൾ വായിക്കാറുണ്ട്, നമുക്ക് ഇല്ല, വായിക്കാറില്ല. അപ്പം ഇന്ന് മിസ്സ് നിങ്ങൾക്ക് അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ എന്താണ് ഈ ന്യൂസ് പേപ്പർ, ഈ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഓരോ പേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഈ ന്യൂസ് പേപ്പറിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ, ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ വരും, ഓരോ പേജിൽ എന്തൊക്കെ വരും, അതിൽ എന്തൊക്കെ നോക്കണം, ഏതൊക്കെ ന്യൂസാണ് നമുക്ക് അറിയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം എൻ്റെ മുന്നിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ്സുള്ള കുട്ടികൾ എൻ്റെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ ന്യൂസ് ചൂസ് ചെയ്യാം, അതെങ്ങനെ വായിക്കാം, ഏതൊക്കെ പോർഷൻസ് വായിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് വായിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം നോക്കി. ഇതാണ് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് പേജ്. ഇന്ന് തൊട്ട് മുന്നിൽ നമുക്ക് ന്യൂസ് എന്താ പറയുക, പരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു മെയിൻ പേജ് വരുന്നത് ഇവിടെയാണ്, ഫസ്റ്റ് പേജ്. ഫസ്റ്റ് പേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഹിന്ദുവിലെ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഏതൊരു ന്യൂസ് പേപ്പർ എടുത്താലും ഫസ്റ്റ് പേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് ഏത് ദിവസം എവിടെയാണ് വരുന്നത്? ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണ്. അത് ആ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ന്യൂസുകൾ വരുന്നത് ഫ്രണ്ട് പേജിലാണ്. നോക്കിയേ, ഇപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ തന്നെ ഏറ്റവും ഫ്രണ്ട് പേജിലായിട്ട് ആ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു 3ഓ 4ഓ ന്യൂസിനെ കുറിച്ചിട്ടാണ് ന്യൂസാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 3ഓ 4ഓ ന്യൂസ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ബ്ലോഗ്സ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇവിടെ കാണാൻ പറ്റും ഇല്ലേ? ഇങ്ങനെ ഓരോ ബ്ലോക്കുകളായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കുറേ ന്യൂസും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസും കാണാൻ പറ്റും. ഏകദേശം ഒരു 3ഓ 4ഓ ഹെഡ്ലൈൻസ് ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് പേജിൽ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അവിടെ നമുക്കൊരു ലൊക്കേഷൻ സ്പെസിഫിക് ഒന്നും ഇല്ല. ഒന്നെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു കോടതിയുടെ വിധികളായിരിക്കാം. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകളായിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് പേജിൽ വരിക. നോക്കൂ, അത് കഴിഞ്ഞിട്ട് നോക്കിയേ, രണ്ടാമത്തെ പേജിലേക്ക് പോവാം. രണ്ടാമത്തെ പേജ് എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിലുണ്ട്, നോക്കിയേ, തിരുവനന്തപുരം. ഇത് തിരുവനന്തപുരം എഡിഷനാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൊല്ലമാണ് അല്ലെങ്കിൽ കോഴിക്കോടാണ്, അതല്ല കോട്ടയമാണെങ്കിൽ ആ നാടിൻ്റെ നമ്മുടെ സ്ഥലം ഏതാണോ ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളായിരിക്കും രണ്ടാമത്തെ പേജിൽ വരിക. അപ്പോൾ നമ്മുടെ ഈ അക്കാഡമി ഉള്ളത് തിരുവനന്തപുരത്താണ്. സോ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന പത്രം തിരുവനന്തപുരം എഡിഷൻ ആയതുകൊണ്ട് സെക്കൻഡ് പേജിൽ തിരുവനന്തപുരത്തെ ന്യൂസ് ആയിരിക്കും. നിങ്ങളുടെ നാട് കൊല്ലമാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയമാണെങ്കിൽ അവിടുത്തെ ന്യൂസ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും സെക്കൻഡ് പേജിൽ ഉണ്ടാവുക. ഓക്കെ, അതും അധികം ന്യൂസൊന്നും ഉണ്ടാവില്ല, 1ഓ 2ഓ ന്യൂസേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഏരിയയിലെ ന്യൂസ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ പേജിൽ എന്തായിരിക്കും? മൂന്നാമത്തെ പേജിൽ കോമൺ ആയിട്ട് ഒരു റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. റീജിയൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലെ മാത്രം ന്യൂസാണ് നമ്മൾ സെക്കൻഡ് പേജിൽ കണ്ടതെങ്കിൽ മൂന്നാമത്തെ പേജിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ മൊത്തം ന്യൂസുകളുടെ എന്താ പറയുക ഒരു കൂട്ടമായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ പേജിൽ വരുമ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
ഈ ന്യൂസ് തിരുവനന്തപുരത്തുള്ള ന്യൂസാണ്. ഈ ന്യൂസ് തിരുവനന്തപുരത്തുള്ള ന്യൂസാണ്. ഈ ന്യൂസ് പാലക്കാടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂരുള്ള ന്യൂസുണ്ട്. അതുപോലെ വീണ്ടും തിരുവനന്തപുരം. അങ്ങനെ നമ്മുടെ കേരളത്തിനകത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഇപ്പം നടക്കുന്നത് എന്ന്, കേരളത്തിൽ മൊത്തം കോമൺ ആയിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പേജിൽ എന്താ, ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നടന്ന മെയിൻ ന്യൂസുകളാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ കാണുക. സെക്കൻഡ് പേജിൽ ആ പത്രത്തിലെ മെയിൻ ലോക്കൽ റീജിയനിലുള്ള, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം എഡിഷൻ ആണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ന്യൂസ് ആയിരിക്കും സെക്കൻഡ് പേജിൽ കാണുക. നിങ്ങളുടെ നാട് കൊല്ലോ കോട്ടയോ അങ്ങനെ തൃശ്ശൂരോ പാലക്കാടൊക്കെ ആണെങ്കിൽ അവിടുത്തെ ന്യൂസ് ആയിരിക്കും സെക്കൻഡ് പേജിൽ കാണുക. തേർഡ് പേജിൽ വരുമ്പോഴത്തേക്കും കേരളം മാത്രം മൊത്തത്തിലുള്ള ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് എന്താ കാണാൻ പറ്റുക, 4ാമത്തെ പേജിലേക്ക് എത്തുമ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതി എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് എന്താ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ്, ഇലക്ഷൻ ഇല്ലേ. ഇലക്ഷൻ നോക്കിയേ, 4ാമത്തെ പേജ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത ന്യൂസിൽ പറയുക. അസംബ്ലി ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, ഒരു റീജിയനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ന്യൂസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കുന്നു ആ ന്യൂസ് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ. ഓരോ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് ഓരോരോ സ്ഥാനാർത്ഥികൾ, ഓരോരോ കാൻഡിഡേറ്റ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 4ാമത്തെ പേജിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ദെൻ അടുത്ത പേജിലോട്ട് നോക്കിയേ, അടുത്ത പേജ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് എന്ത് പറ്റും, ഈ പറഞ്ഞ ലോക്കൽ ന്യൂസുകൾ തന്നെ. ബാക്കി നമ്മൾ 2ാമത്തെ പേജിൽ അല്ലെങ്കിൽ 3ാമത്തെ പേജിൽ കാണാത്ത, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്നാൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ് അടുത്ത പേജിൽ ഉണ്ടാവുക. ഓക്കെ. ദെൻ വരുന്നത് കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളായിരിക്കും നമ്മൾ അടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള പേജിൽ നമുക്ക് കാണാൻ പറ്റും. വെച്ചാൽ ചീഫ് മിനിസ്റ്റർ എന്ത് പറഞ്ഞു, ഓപ്പോസിഷൻ ലീഡർ എന്ത് പറഞ്ഞു, അങ്ങനെ കുറച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ന്യൂസ് ആയിരിക്കും നമുക്ക് പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, യെസ്, ദെൻ സദേൺ റീജിയൻ, നമ്മുടെ സൗത്ത് ഇന്ത്യ, ഒരു ഇന്ത്യ ബേസിൽ സൗത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ എന്താ ഈസ്റ്റേൺ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും, അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ബന്ധപ്പെട്ട ന്യൂസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ട് നമ്മുടെ സുപ്രീം കോടതി വയനാട് ടണലിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള സുപ്രീം കോടതി പറഞ്ഞ ഒരു വേർഡിക്റ്റിന്റെ ബേസിലാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വെതർ ഫോർകാസ്റ്റിംഗ് കാണാൻ പറ്റും അല്ലേ, നമ്മുടെ ഈ ഒരു ടൈമിലുള്ള എന്താണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വെയിലാണോ, അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഒരു വെതറിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, യെസ്, എന്താണ് ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന പേജിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ് എഡിറ്റോറിയൽ പേജ്. എന്താ എഡിറ്റോറിയൽ പേജിലുണ്ടാവുക, എന്തായിരിക്കും എഡിറ്റോറിയൽ പേജിലുണ്ടാവുക, എന്താ എഡിറ്റോറിയൽ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വാട്ട് ഇസ് എഡിറ്റോറിയൽ പേജ്? എല്ലാ മെയിൻ പേജാണ് അല്ലേ, കൈൻഡ് ഓഫ് ഒരു മെയിൻ പേജാണെന്നൊക്കെ പറയാൻ പറ്റും. കാര്യം എന്താ, എല്ലാ പത്രത്തിലും എന്ത് വരണം വരണ്ട, എന്ത് എഴുതണം, ഏത് രീതിയിലാണ് ന്യൂസ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു മെയിൻ ഒരാളുണ്ട്. എല്ലാ പത്രത്തിലും ഒരു മെയിൻ ഹെഡ് ഉണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ പ്രിൻസിപ്പൽ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു മെയിൻ ഹെഡ് ഉണ്ട്, അതാണ് നമ്മുടെ എഡിറ്റർ. ഈ എഡിറ്റർ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്ററിന് ഓക്കെ ഇത് കൊള്ളാം, ഇത് വെച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്ന കുറച്ച് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ആ ദിവസത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ന്യൂസിനെ അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വലിയ വലിയ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പേജാണ് ഈ എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ പേജ് വായിക്കുന്നത് വഴി നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാവുക, നമ്മൾ ബാക്കി എല്ലാ പേജസും വായിക്കുമ്പോൾ നമുക്ക് ന്യൂസാണ് കിട്ടുക. ഓക്കെ, എന്താണെന്നുള്ള ന്യൂസാണ് കിട്ടുക. എഡിറ്റോറിയൽ പേജ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ കിട്ടും. എന്താ കിട്ടുക, എന്തായിരിക്കും?
ഇവിടെ നിങ്ങൾ ന്യൂസ് നോക്കി, ഈ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ, ഈ പേജ് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ കാണാം അല്ലേ. ഈ പറയുന്ന ഈ മാമാണ് ഈ ഒരു ഫുൾ ആർട്ടിക്കിൾ എഴുതിയത്. അതുപോലെ ഈ സാറാണ് ഈ ഫുൾ ആർട്ടിക്കിൾ എഴുതിയത്. അതുപോലെ എഡിറ്ററാണ് ഈ 2 ആർട്ടിക്കിൾ എഴുതിയത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ന്യൂസിന് പുറത്ത് നോളേജ് കിട്ടും അല്ലേ. ന്യൂസിന് പുറത്ത് ന്യൂസിനകത്തിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സ്ട്രാ നോളേജ് കിട്ടും ഇല്ലേ. അതാണ് എഡിറ്റോറിയൽ പേജിൻ്റെ മെയിൻ കോണ്ടെക്സ്റ്റ്. ഇപ്പം നമ്മൾ പത്രം വായിക്കുമ്പോൾ ബാക്കി എല്ലാ പേജിലും നമുക്ക് ന്യൂസാണ് കിട്ടുന്നതെങ്കിൽ ഈ എഡിറ്റോറിയൽ പേജിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ കുറേ ഫാക്റ്റുകൾ കിട്ടും, കുറേ GK കിട്ടും. ഓക്കെ കുറേ ജനറൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മളെല്ലാവരും മസ്റ്റായിട്ട് നമ്മൾ ഏത് പേജ് വായിക്കണം? ഈ എഡിറ്റോറിയൽ പേജ് വായിക്കാൻ ശീലിക്കണം. പക്ഷെ ഭയങ്കര പാടാണ്, കാര്യം അത്യാവശ്യം നല്ല ലെങ്തിയാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ് ആ പേജിൽ വരുന്നത്, എന്തൊക്കെ ഫാക്റ്റാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അനാലിസിസിലൂടെ പറഞ്ഞുതരും. പക്ഷെ നിങ്ങളും വായിക്കണം, മസ്റ്റായിട്ടും വായിക്കണം. എല്ലാവരും വായിക്കുന്ന ആൾക്കാരാണോ? ഇല്ലേ? വായിക്കാൻ ഇഷ്ടമുള്ളവരാണോ? ഇത് വായിക്കുന്ന ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടെ നമുക്ക് ഉണ്ടാകും വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് അത്യാവശ്യം ബെറ്റർ ആവും. അപ്പം നിങ്ങൾ തിരിച്ച് വീണ്ടും സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ GK രൂപത്തിൽ പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് നന്നായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ആ പേജ്, എഡിറ്റോറിയൽ പേജ്. ദെൻ അടുത്ത പേജ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ പേജ്. ഒപ്പീനിയൻ പേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട എഡിറ്റോറിയൽ പേജിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഒപ്പീനിയൻ പേജിൽ ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഒപ്പീനിയൻ പേജിൽ പറയുന്നത്. അത് ആരായിരിക്കും പറയുന്നത് ഈ ഒപ്പീനിയൻ പേജിൽ? വളരെ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഈ പറയുന്ന എന്താ പറയുക കോളേജ് ലെവലിലൊക്കെ PhD ഒക്കെ നേടിയിട്ടുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ആയിരിക്കും മെയിനായിട്ടും ഇവിടെ വന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടാവുക. സോ ദിസ് ഒരു ഒപ്പീനിയൻ പേജ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എഗെയിൻ പൊളിറ്റിക്കൽ ന്യൂസ്. ഓക്കെ, ന്യൂസ് പേപ്പറിൽ പക്ക പൊളിറ്റിക്സ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ മോദിജി എന്ത് പറയുന്നു, അതുപോലെ നമ്മുടെ CM പിണറായി വിജയൻ സഖാവ് എന്ത് പറയുന്നു, അങ്ങനെ അല്ലെങ്കിൽ ബാക്കിയുള്ള നാട്ടിലെ ആൾക്കാർ എന്ത് പറയുന്നു, അങ്ങനെ നമ്മുടെ CM-ഉം PM-ഉം ഒക്കെ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ്, പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് അടുത്ത ന്യൂസിൽ പേജിൽ വരുന്നുണ്ടാവുക. പിന്നെ പിന്നെ റീസെൻ്റ്ലി നമുക്ക് അസംബ്ലി പോൾസ് ഉള്ളതുകൊണ്ട് എല്ലാ പേജിലും നമുക്ക് അസംബ്ലി ഈ ഒരു ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ വാട്ട് ഈ ഒരു പേജിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പേജ് വരുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ ഇന്ത്യക്ക് അകത്ത് നിന്ന കാര്യങ്ങളല്ലേ വായിച്ചേ, ഇനി ഇന്ത്യക്ക് പുറത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ അയൽ രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വഴി നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഈ ഒരു പേജിൽ. ഓക്കെ, ഈ ഒരു പേജിൽ കാണാൻ പറ്റും. അത് അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്കകത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ പറ്റും. എങ്കിലും മെയിനായിട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു ഫാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പേജിൽ കാണാൻ പറ്റും. ആൻഡ് നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്കൊരു രസകരമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗെയിംസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഈ പേജാണ് ബിസിനസ് പേജ്. ബിസിനസ് പേജ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ബിസിനസ് പേജ് പറയുന്നുണ്ടാവുക? ബിസിനസ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ട്രഷറിയിൽ പൈസയുണ്ടോ, ഇന്ത്യയിൽ എത്രത്തോളം കമ്പനികളുണ്ട്, അതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ ഏതൊക്കെയാണ്, പ്രൈവറ്റ് കമ്പനികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കമ്പനികളാണ് ലാഭത്തിൽ പോകുന്നത്, ഏതൊക്കെ കമ്പനിയാണ് നഷ്ടത്തിലായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അത് നഷ്ടത്തിലായത്, എന്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ കാശ് കിട്ടും. അതുപോലെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഒക്കെ എന്താ? ഇപ്പോൾ എവിടെ പൈസ വിട്ടാലാണ് നമുക്ക് കാശ് കിട്ടുന്നുണ്ടാവുക, നമുക്ക് തിരിച്ചൊരു ഔട്ട്പുട്ട് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ സാലറി കിട്ടത്തില്ലേ, അപ്പോൾ ഈ സാലറിയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ സാമ്പത്തിക അവസ്ഥ, ഒരു എക്കണോമിക്കൽ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പേജാണ് ഈ ഒരു ബിസിനസ് പേജ് എന്ന് പറയുന്നത്. ഈ ഒരു പേജ് നമുക്ക്
എപ്പോഴും നമ്മുടെ ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു പേജ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടാകും. ഇതാണ് സയൻസ് പേജ്. ഓക്കെ, സയൻസ് പേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറയുണ്ടാവുക? എന്തായിരിക്കും സയൻസ് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സയൻസ് പേജ് സയൻറ്റിഫിക്കലി ഉള്ള ജനറൽ സയൻസ്, അതുപോലെ തന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒന്നെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു 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 സയൻസ് കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു സമ്മേളനം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം, അതല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റാർട്ടപ്പ്, അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരുന്ന ഒരു പേജാണെന്ന് പറയുന്നത് ഈ സയൻസ് പേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ മിഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്താ സെമി കണ്ടക്ടർ എന്ന് അറിയോ? നമുക്ക് എന്താ സെമി കണ്ടക്ടർ നമുക്കറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താണെന്ന് വായിച്ചു, എന്തായിരിക്കും സെമി കണ്ടക്ടർ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഈ ഒരു പേജിൽ നിന്ന് കിട്ടും. യെസ്, ഇതെല്ലാം അതിനെ കുറിച്ചിട്ട് തന്നെയാണ്. ദെൻ അടുത്ത പേജ് നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞു, ഇന്റർനാഷണലി, അതായത് നമ്മുടെ രാജ്യത്തിന് തൊട്ട് പുറത്ത് എന്ത് സംഭവിക്കും, രാജ്യത്തിനകത്ത് മാത്രമല്ല പുറത്തും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയാനൊരു പേജ് ഉണ്ടെന്ന്. അതിൻ്റെ കുറച്ചും കൂടെ വലിയൊരു വേർഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ ഉള്ള ഒരു പേജാണ് വേൾഡ് എന്ന് പറയുന്ന ഒരു പേജ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പേജിൽ നമ്മൾ തൊട്ട് അയൽ രാജ്യങ്ങളെക്കുറിച്ചാണ്, തൊട്ട് നെയ്ബേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്ത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, ഗൾഫിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ യൂറോപ്യൻ നേഷൻസിൽ, അതായത് ഇപ്പോൾ ഇംഗ്ലണ്ട്, UK പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു റീജിയനിൽ കാണാൻ പറ്റും. ഇവിടെ പല രീതിയിലാണ് ന്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കിയേ, ഒന്ന് കുറേ ഫിഗേഴ്സ് കാണിക്കുന്നുണ്ടല്ലേ, ഈ ഫിഗർ എന്താ പറയുന്നത് നോക്കിയേ, നമുക്ക് ഒരു 4 ഫിഗേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഇല്ലേ? ഫിഗേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ന്യൂസുകൾ കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളെക്കുറിച്ചാണ് നോക്കി. ഈ ഫസ്റ്റ് ന്യൂസ് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ന്യൂസ് പറയുന്നത്, ഇസ്രായേൽ. രണ്ടാമത്തിനകത്ത് മെയിനായിട്ടും പറയുന്നത് കുവൈറ്റ് മിനിസ്ട്രിയെ കുറിച്ചാണ്. മൂന്നാമത് പറയുന്നത് എന്തിനെ കുറിച്ചത്? അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. മൂന്നാമത് പറയുന്നത് ഇത് എന്ത് ന്യൂസാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് ന്യൂസാണിത്? സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങൾ മൂണിൽ പോകുന്നില്ലേ, നമുക്കിവിടെ മൂണിലോട്ടൊക്കെ ആർട്ടിഫിഷ്യലി സാറ്റലൈറ്റ് വിടുന്ന പരിപാടികൾ നിങ്ങൾക്ക് അറിയില്ലേ? മൂണിലോട്ട് പോകുന്നത് അറിയില്ലേ? ഇപ്പോൾ റീസെൻ്റ്ലി നാസ ഒരു സാറ്റലൈറ്റ് മൂണിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂൺ എവിടെയാ? സ്പേസിൽ. റീസെൻ്റ്ലി നാസ എന്ന് പറഞ്ഞാൽ ആരുടെയാ, ഏത് രാജ്യത്തിൻ്റെയാ നാസ? യെസ്, USA സ്പേസ് ഏജൻസിയാണ് നാസ. ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ഏതാ? ഇസ്രോ അല്ലേ, ISRO. അപ്പോൾ നോക്കിയേ, അപ്പോൾ റീസെൻ്റ്ലി നാസ മൂണിലേക്ക്, ചന്ദ്രനിലേക്ക് എന്ത് വിട്ടു? ഒരു സാറ്റലൈറ്റ് വിട്ടു. ആ മിഷന്റെ പേരെന്താ അറിയോ? അത് കേട്ടിട്ടുണ്ടായിരുന്നോ? ആർടെമിസ് എന്നാട്ടോ ആ മിഷന്റെ പേര്. ആർടെമിസ് എന്ന് പറയുന്ന ഒരു മിഷൻ റീസെൻ്റ്ലി വിട്ടു. ഓക്കെ, റീസെൻ്റ്ലി അവർ പോയി. അപ്പോൾ എന്താ ചെയ്യുക? ഇതാണ് ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ഈ മിഷൻ എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ ചന്ദ്രനിലേക്ക് പോയി. ചന്ദ്രനിൽ പോയി ഇറങ്ങിയില്ല, അവിടെ പോയി ഇങ്ങനെ കറങ്ങി തിരിച്ചു വന്നു. ഓക്കെ, അങ്ങനെ പോയ വഴിക്ക് ഈ മിഷൻ എന്ത് ചെയ്തു? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ. ഇവിടെ നമ്മുടെ ഭൂമിയുണ്ട്, എർത്ത് ഉണ്ട്. ഈ എർത്തിൽ നിന്ന് നമ്മുടെ ഈ സാറ്റലൈറ്റ് എങ്ങോട്ട് പോയി? മൂണിലേക്ക് പോയി. അപ്പോൾ പോയിട്ട് അവിടെ ഇറങ്ങിയില്ല, പകരം പോയിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ചു വന്നു. ഇപ്പം ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്തു? ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു ഫോട്ടോ എടുത്തു. ആരുടെ ഫോട്ടോ എടുത്തു? എർത്തിൻ്റെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? മനസ്സിലായോ? ആകപ്പാട് ഈ ലോകത്ത് പോയിട്ടുള്ള സ്പേസ് മിഷൻസിൽ 2 തവണയെ ഭൂമിയുടെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. 2ാമത്തെ തവണയാണ് ഈ ഫോട്ടോ വന്നത്. ഇത് സെക്കൻഡ് ആയിട്ട് എടുത്ത ഫോട്ടോയാണ്. നോക്കിയേ, അപ്പോൾ എന്താ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്? എന്താ നമ്മൾ പഠിച്ചത്? നാസ ആരുടെ സ്പേസ് ഏജൻസിയാണ്? USA സ്പേസ് ഏജൻസിയാണ്. നാസ എങ്ങോട്ടാണ് ഒരു മിഷൻ വിട്ടത്? മൂണിലേക്കാണ് വിട്ടത്. ആ മിഷന്റെ പേരെന്താ ടീച്ചർ പറഞ്ഞേ? എന്തെന്നാ പറഞ്ഞേ?
ആർടെമിസ് ഇല്ലേ, ആർടെമിസ്. ഈ ആർടെമിസ് എന്താ ചെയ്തത്? പോയ വഴിക്ക് യെസ് എർത്തിന്റെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എത്രാമത്തെ ഫോട്ടോ ആയല്ലോ? ഈ സ്പേസിന് എടുത്ത ആകെപ്പാട് 2 ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ ഫോട്ടോയാണെന്ന് പറയുന്നത് ഇത്. അത് പറയുന്നതാണ് ഈ ന്യൂസ്. അപ്പൊ ടീച്ചർ ഡൗട്ട് ചോദിച്ചോട്ടെ? ടീച്ചർ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നാസയുടെ മൂണിലേക്ക് പോയ മിഷൻ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ഇന്ത്യക്ക് ഒരു സ്പേസ് ഏജൻസി ഉണ്ട്, അത് ഇസ്രോ ആണെന്ന് നമുക്കറിയാം. ഇസ്രോന്റെ മൂൺ മിഷന്റെ പേരെന്താ? ഇസ്രോയുടെ മൂൺ മിഷൻ യെസ് ചാന്ദ്രയാൻ അല്ലേ. നമുക്ക് ജനറലി നമുക്ക് ചാന്ദ്രയാൻ എന്ന് പറയാം അല്ലേ. നമുക്ക് എത്ര ഉണ്ട്? ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഇസ്രോയുടെ എന്താണ്? ചാന്ദ്രയാൻ. USA എന്തായിരുന്നു? നാസേ ആർടെമിസ്. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അടുത്ത ന്യൂസ് എന്താ? അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്താണ്. ഗാസ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഗാസ എവിടെയാണെന്ന് അറിയാമോ? ഗാസ എവിടാന്ന് അറിയാമോ? യെസ്, ഇസ്രായേലിനെയും പാലസ്തീൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്ന ഗാസ വരുന്നത്. സോ നമുക്ക് ആ സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ന്യൂസും എവിടെ നമുക്ക് കാണാൻ പറ്റും? ഈ ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസാണ്, ഒരു സ്ഥലമാണ്. ദാ ഇത് നോക്കൂ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. അതെവിടാന്ന് അറിയാമോ? എന്താ സ്ട്രെയിറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ സ്ട്രെയിറ്റ് എന്ന് അറിയാമോ? നമ്മൾ സാധാരണ പറയുന്നത് എന്താ? സ്ട്രെയിറ്റ് എന്ന വാക്കെന്ന് വെച്ചാൽ അതെന്താ? അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? ആ സ്ട്രെയിറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? STRAIGHT. ഈ സ്ട്രെയിറ്റ് അല്ലേ നേരെ? ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ, STRAIT. ഇത് വേറെ അല്ലേ? എന്താ ഈ സ്ട്രെയിറ്റ് എന്നറിയാമോ? വേറൊന്നുമല്ല, നമ്മളിപ്പോൾ മാപ്പൊക്കെ നോക്കുന്ന സമയത്ത് 2 വലിയ കോണ്ടിനെൻറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഏഷ്യൻ കോണ്ടിനെൻറ്റ്, ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു ഏഷ്യൻ കോണ്ടിനെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്ത് അല്ലേ പോണ്ട, ഓക്കെ, ഏഷ്യൻ കോണ്ടിനെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇപ്പുറത്ത് നമുക്ക് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സിമ്പിളായിട്ട് ടീച്ചർ വേറെ നോക്കട്ടെ. യെസ്, ഓക്കെ, നമ്മുടെ ഇത് ഇന്ത്യ. ഓക്കെ, കാണാമോ? ടീച്ചർ വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ടീച്ചർ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ഭാഗം ഇന്ത്യയുടെ ഏറ്റവും സദേൺ ഭാഗമാണെന്ന് വിചാരിക്കുക, ഇന്ത്യ. ഓക്കെ, ഇവിടെ ഏത് രാജ്യമാണ് ഉള്ളത്? ശ്രീലങ്ക ഇല്ലേ? അപ്പൊ നോക്കിയേ, ഇത് ഇന്ത്യയുടെ താഴെ നമുക്ക് ഇവിടെ തമിഴ്നാടെന്ന് പറയാം, ഇവിടെ ഇന്ത്യ, ഇവിടെ നമുക്ക് ശ്രീലങ്ക. ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു വാട്ടർ ഇല്ലേ? ഒരു ചെറിയൊരു ഓഷ്യൻ പാസേജ് ഇല്ലേ? ഒരു കടൽ തീരം ഇല്ലേ? ടീച്ചർ പറഞ്ഞോ? പാക്കടൽ. യെസ് 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 ഇല്ലേ? അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞേ? ഇവിടെ ഇന്ത്യ, ഇവിടെ ശ്രീലങ്ക. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പാസേജ് ഇല്ലേ? അങ്ങനെ 2 ലാൻഡിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു വാട്ടർ പാസേജ് ഉണ്ടെങ്കിൽ ആ സ്പേസിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ സ്ട്രെയിറ്റ് മനസ്സിലായോ പറഞ്ഞേ? 2 കര, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ താഴെ, അതുപോലെ തന്നെ ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ 2 ലാൻഡ് ആയില്ലേ? ഇന്ത്യയും ശ്രീലങ്കയും. ഇതിൻ്റെ നടുക്ക് ചെറിയൊരു സ്പേസ് ഇല്ലേ? വാട്ടറിൻ്റെ ഒരു സ്പേസ് ഇല്ലേ? ഒരു പാസേജ് ഇല്ലേ? ഇപ്പോൾ ഒരു മോൻ പറഞ്ഞു അതിൻ്റെ പേര് പാക്ക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ പാക്ക് പാസേജ് എന്നാണെന്ന്. ഓക്കെ, അങ്ങനെ 2 കരയുടെ നടുക്ക്, 2 ലാൻഡിൻ്റെ നടുക്ക് ഒരു വാട്ടർ പാസേജ് വരികയാണെങ്കിൽ, അത് 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 കോണ്ടിനെൻറ്റിൻ്റെയൊക്കെ നടുക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സ്ട്രെയിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ഈ സ്ട്രെയിറ്റ്. ഇവിടെ എന്താ ഫുൾ നെയിം എന്താ? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. അപ്പം നിങ്ങൾക്ക് ടീച്ചർ ഒരു ടാസ്ക് തരാം, ഒരു വർക്ക് തരാം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇന്ന് തന്നെ കണ്ടുപിടിക്കുമോ? എവിടെയാണ്? ഇറാൻ അല്ലേ? ഇറാൻ്റെ യെസ്, ഇറാൻ്റെ ഒമാൻ്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ബാക്കിയുള്ളവരെല്ലാവരും ഇന്ന് തന്നെ മാപ്പിൽ എടുത്തു നോക്കുക, എവിടെ വരുന്നുണ്ട്, എവിടെയാണ് ഈ ഇറാൻ വരുന്നത്, എവിടെയാണ് ഒമാൻ വരുന്നത്, എവിടെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വരുന്നത്, അതിൻ്റെ മീൻസ് അത് എങ്ങനെയാണ് കിടക്കുന്നത്, അതിൻ്റെ ഒരു ജോഗ്രഫി എങ്ങനെയാണെന്നുള്ളത് ഇന്ന് തന്നെ നോക്കില്ലേ? ഓക്കെ അല്ലേ? ശരി. സോ അതാണ് നമ്മൾ അടുത്ത ന്യൂസിൽ കണ്ടത്. പിന്നെ നമ്മുടെ USA യിലുള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെന്താ പറയുക,
പിന്നെ വരുന്ന പേജ് എന്ന് പറയുന്നത് സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജിൽ എന്തായിരിക്കും വരിക? ആ ഒരു ദിവസം അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസം വന്ന പല പല സ്പോർട്സിനുള്ള ഏതൊക്കെയാണ്? ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അതുപോലെ ഹോക്കി ഉണ്ടാകും. അങ്ങനെ പല പല സ്പോർട്സ് ഇവൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ആയിരിക്കും എവിടെ വരിക? സ്പോർട്സ് പേജിൽ. അപ്പോൾ ഈ കാണുന്നതെല്ലാം എന്തിനെ കുറിച്ചുള്ള ന്യൂസാ? ഈ കാണുന്നതെല്ലാം, ഈ ഫിഗേഴ്സ് എല്ലാം ഏതാ? യെസ്, IPL മാച്ച്. മെയിൻലി ക്രിക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസാണ് പ്രധാനമായിട്ട് കിടക്കുന്നത്. ഓക്കെ, യെസ്. ഇതെന്താ സ്പോർട്സ് ഇവന്റ്? ഈ ന്യൂസ് ഏത് സ്പോർട്സിനെ കുറിച്ചാ പറയാ? ഏതാ ഇവന്റ്? കാണാൻ പറ്റുന്നില്ലേ? ഏതാണ്? റെസ്ലിംഗ്. ഓക്കെ, റെസ്ലിംഗ്. യെസ്, റെസ്ലിംഗ്. ഇതേതാ ഇവന്റെ? ഏതാ സ്പോർട്ട്? ഫുട്ബോൾ. യെസ്, ഫുട്ബോൾ. ഇതെല്ലാം ഫുട്ബോളാണ്. അപ്പോൾ പല സ്പോർട്സ് ഇവൻസിനെ കുറിച്ചുള്ള ന്യൂസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറയുന്ന സ്പോർട്സ് പേജിൽ കാണാൻ പറ്റും. പല ടൈപ്പ് സ്പോർട്സ് ഇവൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ടീച്ചർ അടുത്തൊരു ടാസ്ക് കൂടെ തരാം. നാളത്തെ പത്രത്തിൽ എത്ര സ്പോർട്സ് ഇവന്റിനെ കുറിച്ചിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യണം. എത്ര ടൈപ്പ് സ്പോർട്സിനെ നിങ്ങൾക്ക് നാളത്തെ പത്രത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുമോ? ഐഡന്റിഫൈ ചെയ്യുമോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തൊരു പേജ് നോക്കിയേ. ഈ പേജും സംതിങ് റിലേറ്റഡ് ടു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേജാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി നമുക്ക് ബയോളജി, സയൻസ് പഠിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിരിക്കും. ഒന്നുകിൽ ഒരു പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പഴയ കണ്ടുപിടുത്തത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും സാധാരണ ഈ ഒരു പേജിൽ വരിക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക. സോ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ട കാര്യം, നമുക്ക് അത്ര ലെവലിൽ ഇത് വായിക്കേണ്ട അത്യാവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഈ ഒരു പേജിൽ പറയുന്നത്, എന്താ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. അടുത്തത് ഈ പേജാണ്. ഈ പേജിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ പേജിൽ എന്താ മെയിനായിട്ടും പറയുക? ഈ പേജിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ ന്യൂസ് എന്താ എഴുതിയേക്കുന്നത്? ഇത് നിങ്ങളോട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. നിങ്ങൾ എത്ര പേര് CBSE സിലബസ് പഠിക്കുന്നുണ്ട്? CBSE കുറിച്ചുള്ള ഒരു ന്യൂസാണ് അല്ലേ? CBSE എന്താ മെയിനായിട്ടും പറയുന്നത്? എന്താ ഈ ന്യൂസ് പറയുന്നത്? CBSE പുതിയ കരിക്കുലം വരുന്ന അറിഞ്ഞായിരുന്നോ? എന്താണ് പഠിത്തത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഓക്കെ, എന്താ ഈ ന്യൂസ് പറയുന്നത് അറിയാവോ? എന്ന് വെച്ചാൽ പുതിയ CBSE അനുസരിച്ച് അവർ CBSE കരിക്കുലം അനുസരിച്ചിട്ട് അവർ പറയാണ്, ലൈക്ക് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 5th ക്ലാസ് മുതൽ 8th ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എന്ത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ CBSE ലെവലിൽ കുട്ടികളെ എന്ത് പഠിപ്പിക്കുക? AI കുറിച്ച് പഠിപ്പിക്കുക. എന്താ AI എന്താ? ഓക്കെ, എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ ടീച്ചർക്ക്? റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വേറെന്താ? ChatGPT ജെമിനൈക്ക് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവോ? ChatGPTയും ജെമിനൈക്ക് ഉപയോഗിക്കാൻ അറിയാവോ? അത് ശരി. എന്തൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ അത് വെച്ചിട്ട്? എന്തൊക്കെയാ ചെയ്യാറ്? എന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ അത് ഉത്തരം പറഞ്ഞു തരും അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ CBSE പറയുന്നത് നിങ്ങളെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ പ്രോപ്പറായിട്ട്, എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എങ്ങനെയുള്ളതാണെന്ന് പഠിപ്പിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? CBSE പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പല രീതിയിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികളെ, 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഇവരെന്താ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ പാറ്റേൺസിനെ കുറിച്ച് പഠിപ്പിക്കും. എന്താ പാറ്റേൺസ് എന്താ? ഇപ്പൊ നോക്കി, ടീച്ചറുടെ ഡ്രസ്സ് കണ്ടോ? ഇതിനകത്ത് എന്താ? കുറെ പാറ്റേൺസ് ഉണ്ട്. ഇപ്പൊ നമ്മളിടുന്ന ഡ്രസ്സിനകത്ത് കുറെ ചെക്ക്,
അതുപോലെ എന്താ പറയുക ഫ്ലവേഴ്സ്, ഇങ്ങനെയൊക്കെ വരുന്നില്ല. ഇതൊക്കെ എന്താ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺസ് ആണ്. അങ്ങനെ കുറച്ച് ഒരു വിഷ്വലി നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്ന കുറച്ച് ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെയാണ് നമ്മൾ ജനറലി പാറ്റേൺസ്. അപ്പോൾ ഈ പാറ്റേൺസ് അനലൈസ് ചെയ്യാൻ, അതുപോലെ നിങ്ങളെ കണക്കുകൾ കൂട്ടാൻ. എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിക്കില്ലേ, മാത്സ് പഠിക്കണില്ലേ? ഈ മാത്സിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ, അതായത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓരോരോ ഉത്തരങ്ങളിലേക്ക് എത്താം എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ ആര് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു? ഈ പറഞ്ഞ CBSE AI പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. വലിയ ന്യൂസ് ഇതിനകത്ത് അങ്ങനെ അധികം പറയാനില്ല. കുറച്ച് നിങ്ങളൊരു ഫോർ ദ സേക്ക് ഓഫ് ഇൻഫർമേഷൻ, അതിൻ്റെ ബേസിലാണ് അവരിത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് കൊടുത്തേക്കുന്നത് ഈ ന്യൂസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുകൾ തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളൊരു പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടേ? ഒരുപാട് കാര്യങ്ങളല്ലേ. ഫസ്റ്റ് പേജിൽ നമ്മൾ എന്താ കാണുന്നത്? ഫസ്റ്റ് പേജിൽ ആ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കാണാം. ഓക്കെ, സെക്കൻഡ് പേജിൽ റീജിയണൽ ന്യൂസ് ആയിരിക്കും. തേർഡ് പേജിലും ഫോർത്ത് പേജിലും പിന്നെ ഉള്ളിലേക്ക് വരുന്ന പല പേജുകളിലും നമ്മൾ എന്താ കാണുക? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറേ ന്യൂസുകൾ കാണും. അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്ന ന്യൂസുകളായിരിക്കും. ഇനി അതല്ലെങ്കിൽ കാലാവസ്ഥ, വെതർ ഫോർകാസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കും. ഇനി അതല്ലാതെ വേറെന്ത് ന്യൂസാണ് ഉള്ളത്? അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ? ഒപ്പീനിയൻ പേജ്, അതുപോലെ എഡിറ്റോറിയൽ പേജുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യുക? എന്തോ യെസ്, സ്പോർട്സ് ന്യൂസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കാണാൻ പറ്റും. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഞാനൊരു പേജ് കാണിക്കാം. ആ പേജിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് പറയാമോ? ഓക്കെ, അതൊരു ടാസ്ക് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ആ ന്യൂസ് നിങ്ങൾ ആ ഒരു പേജ് ഫുള്ളൊന്ന് നോക്കുക. ഓക്കെ, യെസ്, ഈ ന്യൂസ് നോക്കാം നമുക്ക്. ഹെഡിങ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ എഴുതിയേക്കുന്നതെന്ന് വായിക്കാമോ? പബ്ലിക് ലെങ്തോ എന്തത്? ഹെൽത്ത്. ഓക്കെ, എന്താ എഴുതിയേക്കണേ? ക്ലൈമറ്റ് ചേഞ്ച് ആസ് എ പബ്ലിക് ഹെൽത്ത് എമർജൻസി അല്ലേ? ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കൂ. ഫുള്ള് വായിക്കണമെന്ന് ടീച്ചർ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തൊക്കെ കാണുന്നുണ്ട് ഒക്കെ ഉള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഈ പത്രം ഉണ്ടോ? ഓ, ഉണ്ടെങ്കിൽ ആ പേജ് എടുത്ത് വെച്ച് വായിക്കുക. അല്ലെങ്കിൽ ഇന്ന് മലയാളം പത്രം, പാലക്കാട്ടെ പത്രമാണോ? അത് കുഴപ്പമില്ല. ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജ് അല്ലേ? അതിനകത്ത് എഡിറ്റോറിയൽ പേജ് ഇല്ലേ? ഓ, കുഴപ്പമില്ല. ശരി, സാരമില്ല. ജസ്റ്റ് നോക്കൂ. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് പത്രത്തിൽ കണ്ടായിരുന്നോ? ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ? വേൾഡ് ഹെൽത്ത് ഡേ. അതാണ്, അതിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഈ ന്യൂസും വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം. നേരത്തെ സൂം ചെയ്തപ്പോൾ കണ്ടോന്നറിയില്ല. ഈ കൊടുത്തേക്കുന്നത് എന്താ? സംതിങ് വേൾഡ് ഹെൽത്ത് ഡേ. അപ്പൊ നിങ്ങൾ പറയൂ, വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്? എന്നാണ് April 7 അല്ലേ? ആരാ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത്? ആരാ കൊണ്ടുവരുന്നത് വേൾഡ് ഹെൽത്ത് ഡേ? ഇന്ത്യ ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ് അല്ല, കേരള ഗവൺമെന്റ് ആണോ? അതോ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണോ? WHO. WHO ഫുൾ ഫോം എന്താ? ഓക്കെ, അപ്പൊ നോക്കൂ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏത് ദിവസമാണ്? April 7. എന്താ സ്പെഷ്യാലിറ്റി? വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ. ഓക്കെ, മിടുക്കൻ. അപ്പൊ നമ്മുടെ ഈ ന്യൂസ് നോക്കിയേ.
ക്ലൈമറ്റ് ചേഞ്ച് ആസ് പബ്ലിക് ഹെൽത്ത് എമർജൻസി എന്തായിരിക്കും ഈ ന്യൂസിൽ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ എൻ്റെ ഒരു പേജിൽ നമുക്ക് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് കുറച്ച് ഫാക്ട്സ് ടീച്ചർ പറഞ്ഞുതരാം. ഈ ഒരു ന്യൂസുമായിട്ട് ഈ ന്യൂസിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ വായിക്കേണ്ടതെന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ന്യൂസ് തന്നെ എടുത്താൽ ഫസ്റ്റ് വൺ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്കാണ് വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്. എന്താ ക്ലൈമറ്റ് ചേഞ്ച്? എന്താ ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമോ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമോ? ഇല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം എന്താ? ചൂട് കൂടുന്നുണ്ട് അല്ലേ? വളരെ നല്ല രീതിയിൽ ചൂട് കൂടുന്നു. ചൂട് കുരുവൊക്കെ ഉണ്ടാകുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ ചൂട് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുന്നത് കാരണം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? ചൂട് കുരു ഉണ്ടാകുന്നുണ്ട്. വേറെ എന്തൊക്കെ അസുഖം ഉണ്ടാകാം? ചിക്കൻ ബോക്സ് ഉണ്ടാകാം. വേറെ എന്ത് വരാം? എന്തോ സൺബേൺ ഒക്കെ ഉണ്ടാകും ഇല്ലേ? അപ്പൊ നോക്കി, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം, ചൂട് കൂടുന്നത് കാരണം നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പബ്ലിക് ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നതാണ്. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു വാക്ക് കാണാൻ പറ്റും, സൂനോട്ടിക് ഡിസീസ്. എന്തായിരിക്കും സൂനോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം? സൂനോട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? മനുഷ്യന്മാരിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് പകരുന്ന, ഹ്യൂമൻ ടു ഹ്യൂമൻ, ഹ്യൂമൻ ടു ഹ്യൂമൻ, അല്ലെങ്കിൽ ആനിമൽ ടു ഹ്യൂമൻ, അല്ലെങ്കിൽ ആനിമൽ ടു ആനിമൽ. ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലേ? പകർച്ചവ്യാധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രാൻസ്മിഷൻ. അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സൂനോട്ടിക് ഡിസീസ്. ഈ ഡിസീസിനെ കുറിച്ചൊക്കെയാണ് ഏത് ആർട്ടിക്കിളിൽ പറയുന്നത്? ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലോകത്ത് ചൂട് കൂടി വരികയാണ്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, മെയിൻ കാര്യം ചൂട് കൂടുന്നു. രണ്ടാമത് ചൂട് കൂടുന്നതായിട്ട് നല്ല രീതിയിൽ മഴ വരുന്ന സമയത്ത് ഫ്ലഡ് കണ്ടീഷൻ ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്നു. അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും എന്ത് അവസ്ഥ ഉണ്ടാകുന്നുണ്ട്? പല പല അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അസുഖങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. അതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്തിൽ എന്താ പറയുക, എമർജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല നടപടികളും സ്വീകരിക്കണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് പേപ്പറിൽ, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കി, ഈ ന്യൂസ് പേപ്പറിൽ, ഈ ന്യൂസിൽ വേറെ ന്യൂസ് നോക്കിയാൽ ഇത് തന്നെയാണ് പറയണേ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മൈൻഡിനെ, അതായത് നമുക്ക് ശരീരത്തിന് മാത്രമല്ല അസുഖങ്ങൾ ഉണ്ടാകുന്ന, മനസ്സിനും അസുഖങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ചൂട് കൂടി നമുക്ക് വെള്ളം കിട്ടുന്നില്ല, അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും, ഭയങ്കരമായിട്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? നമുക്ക് മാനസികമായും വിഷമം വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു വാക്കുണ്ട്. സെയിം ന്യൂസ് തന്നെയാണ്, വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെയിം ന്യൂസ് തന്നെയാണ്. പക്ഷെ ഇവിടെ വേറൊരു വാക്കുണ്ട്, നോക്കിയേ, വൺ ഹെൽത്ത് അപ്രോച്ച്. എന്താ വൺ ഹെൽത്ത് അപ്രോച്ച്? നമ്മൾ ഈ പറഞ്ഞ 3 ന്യൂസിലും ഒരേ കാര്യം തന്നെയാണ് പറയാം. വേൾഡിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മനുഷ്യന്മാരുടെയും, എല്ലാ ജീവികളുടെയും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത്രയും ആ ന്യൂസിൽ പറയുന്നുള്ളൂ. പല രീതിയിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ കേട്ടോ. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ വരിക. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം ടീച്ചർ. ZOON, സൂനോട്ടിക്. സൂനോട്ടിക് എന്ന് വെച്ചാൽ മനുഷ്യന്മാർ തമ്മിലോ ജീവികൾ തമ്മിലോ ഒക്കെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ പകരുന്നതിനെ നമ്മൾ സൂനോട്ടിക് ഡിസീസ്. നമുക്ക് പനി, ജലദോഷം വരില്ലേ? ജലദോഷം എന്താണ്? ഒരു സൂനോട്ടിക് ഡിസീസാണ്. ഓക്കെ, കൈൻഡ് ഓഫ്. അപ്പോൾ ചിക്കൻ ബോക്സ് ഒരു സൂനോട്ടിക് ഡിസീസാണ്, ശരിയാണ്.
ഇനി എന്താ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, എന്താണ് വൺ ഹെൽത്ത് അപ്രോച്ച്? എന്താ വൺ ഹെൽത്ത് അപ്രോച്ച്? വൺ ഹെൽത്ത് അപ്രോച്ച് സിമ്പിളാണ്. നമ്മൾ സാധാരണ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും മനുഷ്യന്മാരുടെ ഹെൽത്തിനെ കുറിച്ചല്ലേ നോക്കുള്ളൂ, ഇല്ലേ? എൻ്റെ വയ്യാഴിക, എൻ്റെ വീട്ടിലുള്ളവരുടെ വയ്യാഴിക, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വയ്യാഴിക, അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും ഏത് സ്ഥലം എടുത്താലും മനുഷ്യന്മാരുടെ ഹെൽത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ നോക്കിയേ, മനുഷ്യന്മാർക്ക് മാത്രമാണോ അസുഖങ്ങൾ വരുന്നത്? അല്ലല്ലോ, ജീവികൾക്കും അസുഖം വരില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു പെറ്റിന് അസുഖം വന്നെന്ന് വെച്ചോ, നമ്മുടെ പൂച്ചക്കുട്ടിക്ക് അസുഖം വന്നു. ഈ പൂച്ചക്കുട്ടിയുടെ അസുഖം പകരുന്ന അസുഖമാണെങ്കിൽ അത് നമുക്കും പകരില്ലേ? ഇല്ലേ? നമ്മുടെ വീട്ടിലെ നായ്ക്കുട്ടി, ആ നായ്ക്കുട്ടിക്ക് അസുഖം വന്നു, അതിന് പകരുന്ന അസുഖമാണെങ്കിൽ നമുക്കും പകരും, ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലെ ഒരു ചെടി, ആ ചെടിക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷൻ കാരണം നമുക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു അലർജിക് റിയാക്ഷൻ, ഒരു അലർജി ഉണ്ടാകുന്നു. അപ്പം നമ്മളെ അത് ബാധിക്കില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യന്മാരെ മാത്രമാണോ, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഹെൽത്ത് മാത്രമാണോ നമ്മൾ നോക്കേണ്ടത്? അല്ല, നമുക്ക് ചുറ്റുമുള്ള ആനിമൽസിൻ്റെ ഹെൽത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മൾ നോക്കണ്ടേ? അതുപോലെ പ്ലാന്റിൻ്റെ ഹെൽത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇല്ലേ? ഇനി നമ്മുടെ എൻവയോൺമെൻറ്റ് നോക്കിയേ, നമ്മുടെ ചുറ്റുപാട് ഭയങ്കര അഴുക്ക് പിടിച്ചാണ് കിടക്കുന്നത്. ഒരു വൃത്തിയില്ലാന്നിരിക്കട്ടെ, നമുക്ക് അസുഖം വരില്ലേ? ഇല്ലേ? നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കി വെച്ചാൽ പോരാ, നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ റോട്ടിലേക്ക് പോവാം, നമ്മൾ പോകുന്ന വഴി റോഡ് ഫുള്ള് അഴുക്ക് പിടിച്ച് കിടക്കുക, ഇല്ലേ? അവിടെ നമുക്ക് ആ എൻവയോൺമെൻറ്റ് മോശമാണെങ്കിൽ നമുക്ക് അസുഖം വരത്തില്ലേ? അപ്പോൾ നോക്കി, ഇതിനെ എല്ലാത്തിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്മാരുടെ ഹെൽത്ത് മാത്രമല്ല, നമുക്ക് ചുറ്റുള്ള ആനിമൽസിൻ്റെ ആയിക്കോട്ടെ, പ്ലാന്റിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് പോകണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെൽത്ത് നമ്മൾ നോക്കണം എന്ന് പറയുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം, നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചില ഫാക്ട്സുകൾ നമുക്ക് നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത്രയും ഫാക്ട്സ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പം ടീച്ചർ ഒന്ന് സമപ്പ് ചെയ്യാം എങ്ങനെയാണ്. അപ്പം നാളെ നിങ്ങൾ തന്നെത്താൻ പത്രം വായിക്കും, എന്നിട്ട് നമുക്കൊരു അനാലിസിസ് എടുക്കാം. ഓക്കെ? അപ്പോൾ നാളെ നിങ്ങൾ പത്രം വായിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പത്രവും ചൂസ് ചെയ്യാം കേട്ടോ. ഹിന്ദു തന്നെ വേണമെന്ന് ടീച്ചർ ഒരിക്കലും പറയില്ല, ഹിന്ദു തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മനോരമയാണെങ്കിൽ മനോരമ പത്രം എങ്ങനെയാണ് വായിക്കുക, ഓക്കെ, മലയാളം പത്രം എങ്ങനെയാണ് വായിക്കുക, ഇംഗ്ലീഷ് പത്രം എങ്ങനെയാണ് വായിക്കുക എന്ന് ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പത്രം എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് പല ടൈപ്പ് ന്യൂസ് ഉണ്ട്. അതിനകത്ത് അത്യാവശ്യമായിട്ട് നിങ്ങൾ എന്ത് വായിക്കേണ്ട, നിങ്ങൾക്ക് പൊളിറ്റിക്സ് വരുന്ന, അതായത് രാഷ്ട്രീയം വരുന്നു. ഇപ്പോൾ CM എന്ത് പറഞ്ഞു, PM എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരിടത്ത് ചുമ്മാ കുറച്ച് ആൾക്കാരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ സമരം നടന്നു, സമരത്തിൻ്റെ ഭാഗമായിട്ട് തല്ലുകൂടി, ഈ ന്യൂസൊക്കെ നമുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ സമയം പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ന്യൂസ്, അതുപോലെ ഒരു നാട്ടിലുണ്ടായ ഒരു സമരത്തിൻ്റെ ന്യൂസ്, ആ സാധനങ്ങളും നമ്മൾ വായിക്കേണ്ട. നമുക്ക് വായിക്കേണ്ട ചില വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഏത് പത്രം എടുത്താലും ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിക്കാം. ഓക്കെ, ഏത് പത്രം എടുത്താലും അത്യാവശ്യമായിട്ടും ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പീനിയൻ പേജ് വായിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെ വായിക്കണം എന്ന് വെച്ചാൽ, എല്ലാവരും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ വായിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ദാറ്റ് ഈസ്, ഒരു ന്യൂസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ന്യൂസ് എടുക്കാം. ഓക്കെ, ഒപ്പീനിയൻ ഫ്രണ്ട് പേജ്, ഇന്നത്തെ ഈ ന്യൂസ് എടുക്കാം. ഈ ന്യൂസിൽ നിങ്ങൾ ഏത് ന്യൂസ് എടുത്താലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ ന്യൂസ്? നാളെ നിങ്ങൾ നിങ്ങളുടെ പത്രം എടുക്കുന്നു, പത്രം എടുത്തിട്ട് ഫസ്റ്റ് പേജ് എടുക്കുന്നു, ആ ഫസ്റ്റ് പേജിലെ എല്ലാ ഹെഡ്ലൈൻസും നിങ്ങൾ വായിച്ചു നോക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പേജ് എടുക്കുന്നു, എല്ലാ ഹെഡ്ലൈൻസും വായിച്ചു നോക്കുന്നു. ഇപ്പോൾ ഹെഡ്ലൈൻസ് വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന്, നിങ്ങൾ കുട്ടികളാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് പൊളിറ്റിക്കൽ ന്യൂസാണോ അതല്ല ഇതൊരു സമരത്തിൻ്റെ ന്യൂസാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമോ? ഇല്ല, സാരമില്ല, വായിച്ചോളൂ. അത് നമ്മൾ എന്തിനാ, ഹെഡ്ലൈൻസ് മാത്രം. ന്യൂസ് വായിക്കണമെന്ന് ടീച്ചർ പറഞ്ഞോ? ഇല്ല,
ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രം വായിക്കാം. അപ്പോൾ ഹെഡ്ലൈൻസിൽ നിന്ന് നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ന്യൂസ്, രണ്ടാമതായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും, രണ്ടാമതായിട്ട് എവിടെ നടന്നു, എവിടെയാണ് ഈ ന്യൂസ് നടക്കുന്നത്, വേർ ഇസ് ദ പ്ലേസ്, എവിടെ ഏത് സ്ഥലത്താണ് ഈ ന്യൂസ് നടക്കുന്നത്, മൂന്നാമതായിട്ട് ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇത് മൂന്നും നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. ഒരു ന്യൂസ് എടുത്ത് ഹെഡ്ലൈൻ വായിച്ച് ഓക്കെ ദെൻ ആ ന്യൂസിലോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, എന്താണ് ന്യൂസ്, എവിടെയാണ് ഈ ന്യൂസ് നടക്കുന്നത്, ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, പേരൻസിനോട്, ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള പേരൻ്റ് ആണെങ്കിൽ പേരൻ്റ് അച്ഛനാണോ അമ്മയാണോ അതിനല്ല ചേട്ടനാണോ ഇനി ഒന്നുമല്ല ആരുമല്ല എങ്കിൽ വൈകുന്നേരം അനാലിസിസിന് ടീച്ചർ വരുമല്ലോ, ആ സമയത്ത് എന്നോട് ചോദിക്കുക വൈ ദിസ് ന്യൂസ് ഇസ് ഡൺ, അല്ലെങ്കിൽ വൈ എന്തുകൊണ്ട് ഉണ്ടായി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ഈ ന്യൂസ് നോക്കിയേ, 9 policemen get death in TN, that is TN means തമിഴ്നാട് കസ്റ്റോഡിയൽ മർഡർ കേസ്. എന്താ ന്യൂസ്, എന്തിനെ കുറിച്ചാ പറയുന്നേ, പോലീസുകാരെ കുറിച്ചാ പറയുന്നേ ഇല്ലേ. എന്തിനെ കുറിച്ചാ പറയുന്നത്, വാട്ട് ഇസ് ന്യൂസ്, പോലീസുകാർക്ക് എന്തോ കിട്ടി, എന്ത് കിട്ടി, ഒരു പണിഷ്മെന്റ് കിട്ടി. ഇപ്പൊ പണിഷ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, പോലീസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. രണ്ടാമത് എവിടെയാ നടക്കുന്നേ, തമിഴ്നാടു ഇല്ലേ, തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 കാര്യം കിട്ടി, തമിഴ്നാട്ടിലുള്ള പോലീസുകാർക്ക് എന്തോ സംഭവിച്ചൊരു ന്യൂസ് എവിടെ ഉണ്ട്, ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിലുണ്ട്. ഈ 2 ഐഡിയ കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ന്യൂസ് നോക്കി, ഈ ന്യൂസ് നോക്കി. ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്, ഹെഡ്ലൈൻ എന്ന് വെച്ചാൽ ഹെഡ്ലൈൻ എന്താ നോക്കുന്നത്, എന്താ എഴുതിയിരിക്കുന്നത്, SC denies Bengal's plea to delay locking of poll roll. ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇല്ലേ, എന്താ എഴുതിയത് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തിൽ എന്തോ സംഭവിച്ചു ഇല്ലേ, ബംഗാളിൽ എന്തോ സംഭവിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. എന്താ ഈ SC എന്ന് വെച്ചാൽ, SC എന്ന് വെച്ചാൽ എന്താ, സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോർട്ട് ബംഗാളിൽ നടന്ന എന്തോ ഒരു ഇഷ്യൂവിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഇല്ലേ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി അറിയണ്ട. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് വൈകുന്നേരം എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ അനാലിസിസ് നടന്ന ടീച്ചറോട് ചോദിക്കുക, ടീച്ചറെ ഫസ്റ്റ് പേജിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലായില്ല. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഹെഡ്ലൈൻ വായിച്ചു, ഹെഡ്ലൈൻ നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശീലിച്ചു, എന്താണ് സംഭവം, എവിടെയാണ് സംഭവം, ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ചോദിക്കുമല്ലോ നാളെ, ചോദിക്കോ? ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെന്താ? യെസ്, എല്ലാ ന്യൂസിലും നിങ്ങൾ മസ്റ്റായിട്ടും കളക്ട് ചെയ്യേണ്ടത് ഇത്രയും കാര്യമാണ്. എന്ത് സംഭവിച്ചു, ആരൊക്കെ ഇൻവോൾവ് ആണ്, എവിടെ സംഭവിച്ചു. ഓക്കെ ആണോ? ഇന്ന് ടീച്ചർ പറഞ്ഞ എന്തൊക്കെയാ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്, എന്തൊക്കെയാ ആരെങ്കിലും ഒന്ന് പറയാമോ? എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം, എങ്ങനെയാ വായിക്കണ്ടേ, എന്താ പറഞ്ഞേ, എന്താ മനസ്സിലായേ? സാരല്ല, ഓക്കെ. വേറെ എവിടെ നടന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് അറിയണം. അപ്പം നമ്മൾ ഇന്നത്തെ പത്രത്തിൽ ഡിസ്കസ് ചെയ്ത വളരെ വളരെ നമ്മൾ അത്യാവശ്യം നന്നായി ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് എന്തായിരുന്നു? ഇറ്റ്സ് അബൌട്ട് ദി ആർട്ടിമിസ് മിഷൻ. ഭൂമിയെ കണ്ട മിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എന്താ നമ്മൾ അതിനകത്ത് പറഞ്ഞേ, ഒന്ന് പറയുമോ ആരെങ്കിലും? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, എന്തൊക്കെ ഫാക്ട്സ് നമ്മൾ അതിനകത്ത് പറഞ്ഞേ? അമേരിക്കയിൽ എന്താ സാറ്റലൈറ്റ്, അമേരിക്കയിൽ നിന്ന് മൂണിലേക്ക് പോയ ഒരു സാറ്റലൈറ്റിന്റെ മിഷൻ. എന്തായിരുന്നു ആ മിഷന്റെ പേര്? ആർട്ടിമിസ് മിഷൻ.
എടുത്തുകൊണ്ട് വന്നു. ഓക്കെ. ആ, അത് എത്രാമത്തെ ഫോട്ടോയാ? സെക്കൻഡ് ഫോട്ടോ ഓഫ് ദി എർത്ത് ഇല്ലേ? അത് നിങ്ങൾക്ക് എവിടെ നോക്കി കാണാം? വളരെ നന്നായിട്ട് നിങ്ങൾക്ക് നാസയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ആ നല്ല പോലെ ആ എർത്തിൻ്റെ ഫിഗർ കാണാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ, നല്ല രസമാണ് കാണാൻ ഈ എർത്തിൻ്റെ. ഇപ്പോൾ ഇതാണ് ആ ഫോട്ടോ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് എർത്ത് ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു 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 നല്ല വെട്ടം കാണാൻ പറ്റും. ഒരു ഹാലോ നമുക്ക് കാണാൻ പറ്റും. എന്താ ഹാലോ എന്ന് വെച്ചാൽ? ഹാലോ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ചുറ്റും നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അത് കാണാൻ നല്ല രസമാണ്. എല്ലാവരും നാസയുടെ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുമോ? ഓക്കെ, നാസയുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് കാണാൻ പറ്റും. ഹലോ എർത്ത് എന്നോ എന്താണ് അതിൻ്റെ പേര്? ഹലോ എർത്ത് എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ ഓഫ് എർത്ത് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹലോ വേൾഡ് എന്ന് എന്തോ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കുമ്പോൾ എന്ത് കിട്ടും? ആ ഒരു ഇമേജ് കിട്ടും. എല്ലാവരും നോക്കുക. അല്ലെ ജസ്റ്റ് ഇപ്പോൾ ഹലോ എർത്ത് എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നിരിക്കട്ടെ, കുഴപ്പമില്ല. ഫോട്ടോ ഓഫ് എർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന ആ ഒരു ഇമേജ് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇലക്ഷൻ എന്നാ ഇലക്ഷൻ? കേരളത്തിലെ ഇലക്ഷൻ കേരളത്തിൽ ഏപ്രിൽ 9-നാണല്ലേ ഇലക്ഷൻ? ഇല്ലേ? ഏത് ഇലക്ഷനാണ്? എങ്ങോട്ടുള്ള ഇലക്ഷനാണ് നടക്കുന്നത്? ഈ MLA-മാരെ. ഓക്കെ, MLA-മാരെ സെലക്ട് ചെയ്യാനുള്ള ഇലക്ഷൻ. ഓക്കെ, MLA-മാരൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആരുണ്ട്? നമ്മുടെ പുതിയ ചീഫ് മിനിസ്റ്റർ വരും, പുതിയ മന്ത്രിമാരൊക്കെ വരാൻ പറ്റുള്ള ഇലക്ഷൻ നടത്തുന്നത് അല്ലേ? എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുക? 5 വർഷം. ഇന്ത്യയിലോ? നമ്മുടെ ഓക്കെ, അതും 5 വർഷം കൂടും. ആരാ ഇലക്ഷൻ നടത്തുന്നത് കേരളത്തിൽ ആരാ ഇലക്ഷൻ നടത്തുന്നത്? ആരാ കേരളത്തിൽ ഇലക്ഷൻ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ ഇലക്ഷൻ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ആണോ ഇലക്ഷൻ നടത്തുന്നത്? കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ആണോ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ആണോ ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്? ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ ഇലക്ഷൻ നടത്തുന്നത് കേട്ടോ. നമ്മുടെ പഞ്ചായത്തുകൾ, നിങ്ങളുടെ നല്ല പഞ്ചായത്തില്ലേ? പഞ്ചായത്ത്, വില്ലേജ്, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞ പഞ്ചായത്ത് ലെവൽ അറിയോ? ഏറ്റവും താഴെ അറിയോ? പഞ്ചായത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടത്തുന്ന ആൾക്കാരാണ് കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മീഷൻ കേട്ടോ. പഞ്ചായത്ത് ലെവലിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, ഇങ്ങനെ ഏറ്റവും ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻ ഇന്ത്യയുടെയും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മൊത്തം രാജ്യത്തിൻ്റെയും അതുപോലെ അതിനകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും, എന്താണ് നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ എല്ലാ സ്റ്റേറ്റിലെയും ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓരോ സ്റ്റേറ്റിലെയും വില്ലേജിലാണ് ആര് ഇലക്ഷൻ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ടീച്ചർ പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ മൊത്തം ഇന്ത്യ, ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിനെയും MP-മാരെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ഇലക്ഷനും അതുപോലെ ഈ ഓരോ സ്റ്റേറ്റിലെയും, ഇപ്പോൾ കേരളം ഉൾപ്പെടുന്ന ഓരോ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്ററിനെയും MLA-മാരെയും മിനിസ്റ്റേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുന്ന ഇലക്ഷൻ നടത്തുന്നതും ആരാണ്? ഒരു എൻറ്റിറ്റി തന്നെയാണ്. ആരാണത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എവിടെയാണ്? ഇന്ത്യയിലും അതുപോലെ സ്റ്റേറ്റിലും. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് ഇലക്ഷൻ നടത്തുന്നത്? കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള എവിടെയാണ് നടത്തുന്നത് ഇലക്ഷൻ? വില്ലേജ് ലെവലിലാണ് കേട്ടോ. എന്തോ? യെസ്, പഞ്ചായത്ത്, വില്ലേജ് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും ലോ ലെവലിൽ ഇലക്ഷൻ നടത്തുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ജോലി. നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ പറയുന്ന നമ്മുടെ MLA-മാരെ ചൂസ് ചെയ്യുന്ന ഇലക്ഷൻ നടത്തുന്ന ഇത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചറോട് ചോദിക്കുമോ? എന്താണ് പത്രം വായിക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ആരാ ചോദിക്കാൻ പോണേ?
പത്രം വായിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നാളെ നമുക്ക് നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ പത്രവും പത്രത്തിലെ എല്ലാ ടൈറ്റിൽസും വായിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ട്, വെയർ എന്നുള്ളത് കണ്ടുപിടിക്കുക. പറഞ്ഞോ, ഏതാണ് ബെസ്റ്റ് പേപ്പർ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പല രീതിയിൽ ന്യൂസ് പേപ്പർ ചൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വായിക്കേണ്ടത്, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങളുടെ ഏജിലെ കുട്ടി പ്രധാനമായിട്ടും നമുക്ക് 2 ന്യൂസ് പേപ്പർ ചൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ദ ഹിന്ദു തന്നെ ചൂസ് ചെയ്യാം. നല്ല പേപ്പറാണ്, പക്ഷേ ഇതിൻ്റെ ലാംഗ്വേജ് കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ് പകരം ചൂസ് ചെയ്യാം ഇംഗ്ലീഷ് പേപ്പറിൽ. ഓക്കെ ആണോ? മലയാളം പേപ്പറിൽ മനോരമയോ മാതൃഭൂമിയോ ഇതിലേത് നല്ലതാണ്. മനോരമയും വായിക്കാം എഴുതർ, അല്ലെങ്കിൽ മാതൃഭൂമിയും വായിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തോ എന്താണ് ഡൗട്ട് ചോദിച്ചോളൂ. എന്താ മോനെ? 9th പേജിലോ? നമുക്ക് നോക്കാം 9th പേജിൽ എന്താണെന്ന്. നയൻത് പേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സദേൺ റീജിയൻ, സദേൺ എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഹിന്ദു പത്രം എന്നൊക്കെ പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ന്യൂസ് വരുന്ന പത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും തെക്കൻ ഇന്ത്യയിൽ സദേൺ സൈഡിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരുന്നു. ആ ന്യൂസ് ഏതെങ്കിലും ഒരു നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ന്യൂസ് നോക്കൂ. ഈ ന്യൂസിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇത് ഒരു ഡിസാസ്റ്ററിന്റെ ന്യൂസാണ്. ഇത് വയനാട്ടിലുള്ള ടണൽ. വയനാട്ടിൽ റീസെന്റ് ഒരു ടണൽ ഉണ്ടാക്കി. ആ ടണൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്, ടണൽ എന്താ എന്താ അർത്ഥം? ഒരു സഞ്ചാരപാത അല്ലേ? ഒരു ടണൽ ഉണ്ടാക്കി, മല തുറന്ന് ഒരു ടണൽ ഉണ്ടാക്കി. ഈ ടണൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ട്, അത് പൊട്ടിപ്പൊളിഞ്ഞ് വീണു. അപ്പോൾ അതിനകത്ത് പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് കുറേ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം ഇതിനകത്തൊന്നും സംസാരിക്കുന്നില്ല, ഞങ്ങൾ ഇതിനകത്ത് ഇൻ്റർഫെയർ ചെയ്യുന്നില്ല. അപ്പം എന്താ, നമ്മുടെ ഇന്ത്യയിൽ സദേൺ സൈഡിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റിലെ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നതാണ് ഈ ഒരു പേജ്. എന്ന് വെച്ചാൽ സദേൺ സൈഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും, സൗത്ത് സൈഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഈ സൈഡിലുള്ള ഒരു ന്യൂസ് നാഷണൽ ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു റീജിയനിൽ ഉള്ള ഒരു ന്യൂസ് നാഷണൽ ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ന്യൂസുകൾ പ്രധാനമായിട്ടും വരുന്നൊരു റീജിയനാണ് ഈ ഒരു 9th പേജ്. 8th പേജ് എഡിറ്റോറിയൽ പേജ് ആണല്ലോ. 8th പേജ് എഡിറ്റോറിയൽ പേജാണ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. എന്താ മോനെ? എന്താണ്? ഓക്കെ, എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റർ ചൂസ് ചെയ്യുന്നത്. എഡിറ്റർ ആരാ? നമ്മൾ നേരത്തെ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പ്രിൻസിപ്പളിനൊക്കെ പോലെ ഈ പത്രത്തിൻ്റെ ഏറ്റവും ഹെഡായിട്ട് വരുന്ന ആളാണ് എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ചൂസ് ചെയ്യുന്ന കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് എഡിറ്റോറിയൽ പേജിൽ വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് മസ്റ്റായിട്ടും എല്ലാ ആൾക്കും ഇന്നത്തെ പത്രം, ഹിന്ദു പത്രം വായിക്കുന്ന എല്ലാവരും വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് എഡിറ്ററിന് തോന്നുന്ന, അല്ലെങ്കിൽ എഡിറ്റർ വളരെ കാര്യമായിട്ട് വയ്ക്കുന്ന ആ ഒരു പേജാണ് ഒരു എഡിറ്റോറിയൽ പേജ്. മെയിനായിട്ടും ഈ പേജിലാണ് ആ പത്രത്തിൻ്റെ എഡിറ്റർ എഴുതുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു സൈഡിലെ കോളം കണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഈ സൈഡിലൊരു കോളം കണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ? ഈ സൈഡ് എന്ന് വെച്ചാൽ ഇത് അവിടുത്തെ ഈ പത്രത്തിന്റെ എഡിറ്റർ എഴുതുന്ന മെയിൻ ഉള്ള 2 ന്യൂസാണ്. മനസ്സിലായി? ഇത് എഡിറ്റോറിയൽ പേജിലാണ് കാണാൻ പറ്റുക. പക്ഷെ ഒപ്പീനിയൻ പേജിൽ നമ്മൾ എഡിറ്റർ പ്രത്യേകിച്ച് ഒന്നും എഴുതത്തില്ല. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുന്ന കാര്യമായിരിക്കും എഴുതുന്നുണ്ടാവുക. അത് അവരുടെ ഒപ്പീനിയൻ പേജ്. ഇവിടെ ഈ എഡിറ്റോറിയൽ പേജിൽ നമുക്ക് ഈ 2 സൈഡിലായിട്ട് എഡിറ്ററിൻ്റെ 2 നോട്ട് കാണാം. അതുപോലെ എഡിറ്റർക്ക് വന്ന കത്തുകൾ കാണാം.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് എഴുതിയ 2 ആർട്ടിക്കിൾ കാണാം. ഒപ്പീനിയൻ പേജിൽ അഭിപ്രായങ്ങൾ കാണാം. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, വേറെ എന്താ ഡൗട്ട്? അപ്പോൾ നമ്മൾ ഒരു ഡൗട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തു. ഏതാണ്ട് നല്ല പത്രം ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാം. മലയാളം പത്രമാണെങ്കിൽ ഏത് മലയാളം പത്രവും നല്ലതാണ്. ഇപ്പോൾ മാതൃഭൂമി ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഏത് പത്രമാണുള്ളത് അത് തന്നെ ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. വേറെന്താ? എന്താ മോനെ? ഹിന്ദിയോ? ഹിന്ദി പത്രം അതിനെക്കുറിച്ച് ടീച്ചർക്കല്ല, ടീച്ചർ തിരക്കിയിട്ട് പറയാം. ടീച്ചർ ഹിന്ദി പത്രം അങ്ങനെ വായിച്ചിട്ടില്ല. ഹിന്ദി പത്രം വായിക്കാൻ ഇഷ്ടമാണോ? അതെ, നോക്കാട്ടോ, തിരക്കിയിട്ട് പറയാം. വേറെ എന്താ ഡൗട്ട്? ദേശാഭിമാനിയാണോ വീട്ടിൽ വരുത്തുന്നേ? കുഴപ്പമില്ല, ദേശാഭിമാനി വരുത്തുന്നതിന് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ നാളെ പത്രം വായിച്ചിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയണം, എല്ലാവരും പറയണം. ഓക്കെ, നാളെ എല്ലാവരും മസ്റ്റായിട്ട് പത്രം വായിക്കണം. എല്ലാവരും പത്രം വായിക്കില്ലേ നാളെ? ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരുടെയും കയ്യിൽ നാളെ മസ്റ്റായിട്ടും ഒരു നാഷണൽ ന്യൂസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ നാളത്തെ പത്രം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. ഒരു നാഷണൽ ന്യൂസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ലോക്കൽ ന്യൂസ് എന്ന് വെച്ചാൽ കേരളത്തിന്, തിരുവനന്തപുരം അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിനകത്തുള്ള ഒരു ന്യൂസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു സ്പോർട്സ് ന്യൂസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? എന്താ പറഞ്ഞേ? ഒരു നാഷണൽ ന്യൂസ് ഉണ്ടായിരിക്കണം, ഒരു റീജിയണൽ ന്യൂസ് ഉണ്ടായിരിക്കണം, കേരളത്തിനകത്തുള്ള ന്യൂസ് ഉണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ ഒരു സ്പോർട്സ് ന്യൂസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എല്ലാ പത്രത്തിലും സയൻസ് പേജ് ഉണ്ടാവണമെന്ന്, അതുകൊണ്ട് ടീച്ചർ ഞാൻ അത് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാ പേപ്പറിലും എന്തുണ്ട്? നാഷണൽ ന്യൂസ് ഉണ്ട്, റീജിയണൽ ന്യൂസ് ഉണ്ട്, സ്പോർട്സ് ന്യൂസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്തോ പറയുന്നത് കേൾക്കും. നാളെ ഇത് രണ്ടും വായിക്കുക. അപ്പോൾ നിങ്ങൾ ന്യൂസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എഡിറ്റോറിയൽ പേജും ഒപ്പീനിയൻ പേജും മസ്റ്റായിട്ടും വായിക്കാം. ഓക്കെ ആണല്ലോ? കാര്യം മെജോറിറ്റി പത്രത്തിലും ഏകദേശം ഒരു ഫാക്ട് തന്നെ ആയിരിക്കും എഡിറ്റോറിയൽ വരാൻ ചാൻസ്. സാരില്ല. അപ്പം നാളെ നിങ്ങൾ വായിച്ച എഡിറ്റോറിയൽ എന്താണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരിക. അതുപോലെ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു നാഷണൽ ന്യൂസ്, ഏതെങ്കിലും ഒരു റീജിയണൽ ന്യൂസ്, ഏതെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ന്യൂസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.